തിക്കുറിശി സുകുമാരൻ നായരെ അറിയാവോ? നല്ല നടനാ അല്ലേ? പക്ഷെ അയാൾ നല്ല നടനെന്നതിന് അപ്പുറത്ത് നല്ല പാട്ടെഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയൊരു സുന്ദരമായ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഭാര്യയുടെ മുടിയെ വർണ്ണിക്കുന്ന ഭർത്താവ്. കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. നിന്റെ മുടിക്ക് ഹെയർ ഓയിലൊന്നും ഇല്ലെങ്കിലും നല്ല മുയിങ്ങുമണമൊന്നും ഇല്ല, നല്ല സുഗന്ധമുണ്ട് എന്ന് ഭാര്യയോട് പറഞ്ഞപ്പോൾ അത് കേട്ടാ പിന്നെ പെണ്ണുങ്ങൾക്കെന്നാ വേണ്ട. അവർക്ക് മുടിയെപ്പറ്റി അവരുടെ പാചകത്തെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ഈ പുരുഷന്മാരത് പറയാൻ ഭയങ്കര മടിയന്മാറുക. ഇത് കേട്ടപ്പോൾ ഭാര്യ സ്പെഷ്യലായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഭർത്താവ് അത് ടേസ്റ്റോടെ വാരി തിന്നുമ്പോൾ നേരത്തെ വർണ്ണിച്ചൊരു സാധനതായിൽ നിന്ന് വെളിയുന്നു എങ്ങനെ ഉണ്ടാവും? ആ വെളിയിൽ നിന്ന് എടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനു പറയോ? നമ്മുടെ ഉള്ളിലൊരു സത്തുണ്ട്. ആ സത്തിൽ നിന്ന് വേർപെട്ടാൽ ഈ മുടി വെറും അസത്തല്ലേ? അല്ലേ? നഖം മുറിച്ചു മാറ്റിയാൽ ആരെങ്കിലും സൂക്ഷിച്ചു വെക്കാറുണ്ടോ? അത് അസത്താൻ. വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുങ്ങുന്ന പുണ്യജലമാ. എന്നാ വായക്ക് പുറത്തു വന്നാലോ അത് തുപ്പലാണ്, അസത്താൻ. ഈ സത്ത് എന്നിലും നിന്നിലുള്ള സത്ത് ഒന്നാണ്. ആ സത്താണ് ഏറ്റവും പ്രധാനം. സത്താണ് പ്രധാനം. സത്ത് പോയാൽ തീർന്നില്ലേ? ഇത് തമിഴ്നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അവരോട് ചോദിച്ചു നോക്കൂ. ഒരാൾ മരിച്ചു പോയാൽ അവരെന്താ പറയുക? കടവുളേ സത്ത് പോയാച്ച് എന്ന് പറയും. സത്ത് പോയാച്ച് എന്ന് പറയും. നമ്മളത് ചത്തുപോയി എന്നാക്കിയതാ പറ്റിയത്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടുകാർ പറയുന്നത് കറക്റ്റ്, സത്ത് പോയാച്ച്.